എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 റിസൾട്ട് 2024 ഉടൻ പ്രസിദ്ധീകരിക്കും. ഡേറ്റ് വന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ. SLCയുടെയും +2ൻ്റെയും റിസൾട്ടൊക്കെ പ്രസിദ്ധീകരിച്ചപ്പോൾ +1ൻ്റെ റിസൾട്ട് ഡേറ്റ് ഇനി എപ്പോഴാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 പേർ വീഡിയോ കണ്ടാൽ 10 വിദ്യാർത്ഥികൾ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 റിസൾട്ട് 2024 റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. അപ്പോൾ പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, കഴിഞ്ഞ വർഷം നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് ജൂലൈ 14-നാണ്. ജൂലൈ 14-ന് പ്രസിദ്ധീകരിക്കുകയും സെപ്റ്റംബർ മാസത്തിൽ എന്ത് ചെയ്തു? ജൂലൈ 14-ന് പ്രസിദ്ധീകരിച്ചു. സെപ്റ്റംബറിലാണോ ഒക്ടോബറിലാണോ ഡൗട്ടുണ്ട്. നിങ്ങളുടെ പരീക്ഷ നടത്തുകയും ചെയ്തത് നിങ്ങളുടെ അല്ല, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന +1കാരുടെ പരീക്ഷ നടത്തുകയും ചെയ്തു, ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ. അപ്പോൾ അങ്ങനെയാണ് സാധാരണ വർഷങ്ങളിലൊക്കെ എല്ലാ വർഷവും ചെയ്യാറ്. പക്ഷേ ഈ വർഷം മുതൽ എന്താണ്, നിങ്ങളുടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങളുടെ +2 പബ്ലിക് എക്സാമിനൊപ്പമായിരിക്കും. നിങ്ങളുടെ അടുത്ത വർഷം മാർച്ചിൽ നടക്കാൻ പോകുന്ന +2 പബ്ലിക് എക്സാമിനൊപ്പമായിരിക്കും നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒരു കാര്യം ഓർത്ത് വെക്കുക, നിങ്ങളുടെ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ എന്നുള്ളത് നിങ്ങളുടെ ചോദ്യത്തിന് ഒരു കാര്യം വ്യക്തമാകുന്നു. പല അറിയിപ്പുകളും നമ്മൾ കണ്ടു. എന്താണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ വെച്ചല്ല, മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന അറിയിപ്പുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു മെയ് അവസാനത്തോടെയോ ഒരു ജൂൺ ഫസ്റ്റോ സെക്കൻഡ് വീക്കോട് കൂടിയോ റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് അൺഒഫീഷ്യലായിട്ടൊരു ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും കൺഫർമേഷനായിട്ടൊരു ഡേറ്റ് വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം വന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 15-ആണ്. ഏതാണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും പറഞ്ഞ ഒരു ജൂൺ ഓർ ജൂലൈ മാസത്തിൽ റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതിയാകും. ഈ മെയിൽ ഒരു 90% നിങ്ങൾ എന്ത് ചെയ്യണ്ട, റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ എന്നാൽ പോലും മെയിൽ വരില്ല എന്നല്ല പറയുന്നത്. പക്ഷേ എന്താണ്, സാധാരണ SLCയും +2 ആണ് മുൻ വർഷങ്ങളിലൊക്കെ മെയ് മാസത്തിൽ വരുന്നത്. +1 റിസൾട്ട് സാധാരണ ജൂൺ ഓർ ജൂലൈ മാസത്തിലാണ് വരാറ്. വീഡിയോ നമുക്ക് നോക്കാം എപ്പോഴൊക്കെയാണ് വരുന്നതെങ്കിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.